നമസ്കാരം. പുനർക്കാഴ്ചകളിലും ആക്കമൊട്ടും കുറയാത്ത ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ചലച്ചിത്ര പ്രതിഭ ഷാഫി സാറിന്റെ ഓർമ്മയിലൂടെ ഉള്ള എപ്പിസോഡ് തുടരുന്നു. ഓർമ്മയിലെന്നും ഷാഫി. അദ്ദേഹത്തിന്റെ പ്രധാന ഹോബീസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കും അദ്ദേഹമൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പോൾ കൂടുകയാണെങ്കിൽ ഇടയ്ക്ക് ഷട്ടിൽ കളിക്കാൻ കൂടും, പിന്നെ അല്ലെങ്കിൽ സിനിമ കാണാൻ പോവും. സിനിമയല്ലാതെ മറ്റൊരു വിഷയം ഇല്ല സംസാരിക്കാനായിട്ട്. പിന്നെ പരസ്പരം കളിയാക്കുക, അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുക. ഈ കഥകൾ കുറിച്ച് ഏറ്റവും കഥ എന്റെ കേൾക്കണ ഷാഫി ആയിരിക്കും. കോമഡി കഥകൾ ആളെ വെച്ച് ഉണ്ടാക്കിയിട്ട് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി. അതെ, ഉദയനെ കുറിച്ച് കഥ ഉണ്ടാക്കി എന്നെ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ ഉദയൻ ചെയ്ത പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥ, കോമഡി കഥ പറയും. ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഉദയനെ എല്ലാ സദസ്സിലും പറയും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക, അത് ആരുടെങ്കിലും തലയിൽ വെച്ചിട്ടേ പറയുള്ളൂ. അല്ല, കഥ പറയാനും കേൾക്കാനും ഇഷ്ടമാണ്. എന്നെ ഒരു ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടിരിക്കുക. അപ്പോൾ ഏതോ ഒരു സ്റ്റേജിൽ ഞാനും ധർമ്മജനും കൂടെ പോയിട്ട് ഞാൻ ധർമ്മജനെ ഇതുപോലെ കഥ പറഞ്ഞ് ഒരറ്റത്തെത്തിച്ചത് കണ്ടിട്ട് എന്നോട് ആദ്യമായിട്ട് മിണ്ടുന്ന ആടായിടോ, ഏതോ ഒരു സ്ഥലത്ത് താൻ പോയി മറ്റവനെ പ്രസംഗിച്ച് നശിപ്പിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ, വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിട്ട്. ഈ കഥ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പരിപാടിയിൽ വലിയ രസം കണ്ടോണ്ടിരുന്ന ഒരാളാണ്. നർമ്മ എവിടെ കണ്ടാലും അത് വിടത്തില്ല, അത് പറയും. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു, അത് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം. ഈ സിനിമ എല്ലാം വലിയ ഹിറ്റുകളാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഹിറ്റാവലെന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റുകളാണ്. വളരെ അദ്ദേഹത്തിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വളരെ കുറച്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പരാജയം എന്ന് പറഞ്ഞാൽ മറ്റ് സിനിമകളിൽ ആവറേജ് ആയി പോയിട്ടുള്ളൂ, അങ്ങനെ ആയിട്ടില്ല. ആവറേജ് പരിപാടികളിലേ പോയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നോ? അങ്ങനെ തോന്നുമായിരുന്നു അദ്ദേഹത്തിന്? ഒരു വിജയം കൊണ്ട് പുള്ളി ഇന്ന് വരെ ഒരു അഹങ്കാര വർത്താനം പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. അത് വിജയിച്ചു, അതിൻ്റെ കൂടെ പോണേ കണ്ടുള്ളൂ. ഓടിയില്ല എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് സങ്കടപ്പെടണം കണ്ടിട്ടില്ല. അത് 1-2 പടങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അടുത്തതിൽ അത് കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആവേശം ഉണ്ടായിരുന്നു. ഒരെണ്ണം ആവറേജ് ആയി പോയാൽ അടുത്ത എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയോടെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞത് ഹിറ്റാകാത്തതുകൊണ്ട് ഇത് ഹിറ്റ് അടിക്കണം നമുക്ക് എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടാകാറുണ്ട്. 23 വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം, 2002 തൊട്ടുള്ള ബന്ധവും. ആ 23 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്ന് മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു തവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ടേ അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് സോറി ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. ഈ ഒരു റിയാക്ഷനാണ്. എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല. അത് വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. ലൊക്കേഷനിലായാലും ശരി, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന് ടെൻഷനില്ലേ? ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് അന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മഴ മാറാതെ പോകാൻ പറ്റുമോ? അപ്പോഴേക്കും തമാശയായിട്ട് പറയും, മഴ ചതിക്കോ, വേഗം നിൽക്കോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഷൂട്ടിൽ തുടരണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ് ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ. ഷാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും, അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ്. കാരണം ഞാൻ ഇക്കയുടെ കൂടെ ഒരു സിനിമയാണ് ചെയ്തത്, ചട്ടമ്പി നാട്. ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം. കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും, അത് വന്നില്ലെങ്കിൽ ഷാഫിഖാനെ വിളിക്കും, നീ എവിടെയാടാ, നീ കയറി വാ എന്ന് പറയും. ആ തരത്തിലൊരു സൗഹൃദവും ഒരു ചേട്ടനെ പോലെയൊക്കെ ആയിരുന്നു ഇക്ക.
ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിൽ ഉള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫിക എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി കുരുവി എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര ഓർമ്മ. കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹിത് സാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹിത് സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും ഇക്ക എന്നെ കണ്ട ആദ്യം എന്നെ കുരുവി കുരുവിക്കുട്ടി എന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പിനാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കയുടെയൊക്കെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു. ദൈവം എങ്ങനെയായിരിക്കും എന്തായിരിക്കും. ഞാൻ ഷാഫിക്ക് എന്നോട് കഥ പറയുമ്പോൾ ബെന്നിച്ചേട്ടനും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറയുമ്പോൾ നീ ധൈര്യമായിട്ടിരി, ഒരു കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടുകയും തമാശ പറയും, കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന, ഒരുമിച്ച് ഭക്ഷണം, ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. ഇക്ക എപ്പോഴും കാണുമ്പോൾ പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കയും പറയാം, ഇവൻ്റെ ഫാമിലി സിനിമയല്ലേ ഇത് എന്നെപ്പോഴും പറയാറുണ്ട്. അത് കാരണം ആ സിനിമയിൽ ചട്ടമ്പിനാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടമ്പിനാട്. അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ അനു ഒരു സമയത്ത്. അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കയെ കാണാൻ മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു. അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ഫാമിലി സിനിമയായിരുന്നു. അപ്പം എപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് ഞാനെന്ന്. ഒരു ഡയറക്ടർമാരോട് ഷോട്ട് പറയുന്നതല്ല അവർക്ക് ഏറ്റവും, വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഷോട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈഗോ അടിക്കുന്നത് ഡയറക്ടേഴ്സിന് അതാണ്. അതെ, ഡയറക്ടർ ബാക്കി സ്ക്രിപ്റ്റിൽ എന്താ അഭിപ്രായം പറയാം, പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഷോട്ട് പറയുന്നത് വലിയ വിഷമമാണ് എല്ലാ ഡയറക്ടർക്കും. പക്ഷേ ഷാഫിനെ സംബന്ധിച്ച് ഷാഫിനോട് നമ്മൾ പറഞ്ഞാണ് ഒരു റിയാക്ഷൻ കൂടി വേണ്ട, അല്ലെങ്കിൽ ഈ ആംഗിളിൽ നിന്ന് കൂടി ഷോട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആംഗിൾ കൊടുക്കും, ഇപ്പുറത്തെ ആംഗിൾ കൊടുക്കും, 3-4 ആംഗിൾ എടുത്ത് വെച്ചിട്ട് പറയും എല്ലാം എടുത്ത് വെച്ചേക്കാം സേഫ്റ്റിക്ക്, നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ അങ്ങനെ ഒരു ഈഗോ ഇല്ലായിരുന്നാലേ ഹ്യൂമർ പടങ്ങൾക്ക് ഈ കോൺട്രിബ്യൂഷനും ഇംപ്രവൈസേഷനും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതേ പറയാവുള്ളൂ എന്ന് പറയുന്ന പടങ്ങൾ ഡെവലപ്പ് ആവൂല. നടന്മാർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ സലീമേട്ടനോട് വന്നപ്പോൾ ചോദിച്ചു. അപ്പൊ സലീമേട്ടൻ പറഞ്ഞത് ഷാഫിക്കോട് ചോദിക്കണം, സലീമിനൊക്കെ പ്രൊവോക്ക് ചെയ്യും വന്നിട്ട് അവിടെ എന്തെങ്കിലും കൂടി പറ, അവിടെ എന്തെങ്കിലും കൂടി പറ, എന്തെങ്കിലും സാധനം ഒരു മായാവില് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ട്, വെറുതെ കയ്യിൽ നിന്ന് വിട്ട് പറഞ്ഞാണ്. ഇപ്പൊ പേര് കിട്ടി വാബാല, ബാബാല. അപ്പൊ എഡിറ്റിംഗ് സമയത്ത് ഷാഫി എന്നെ വിളിച്ചു, സലീമെ അത് എത്തിയപ്പോഴേക്കും വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി. അത് കളയാൻ എനിക്ക് തോന്നണില്ല. അപ്പൊ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല നേരത്ത്. ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, അടുത്ത ഷോട്ടിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷോട്ട് കഴിഞ്ഞപ്പോ ഫിലിം തീർന്ന് അടുത്ത ഷോട്ടിന്റെ സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ പേര് കിട്ടി വാബാല ഇത്രയും അത് കൈയിട്ടായിരുന്നു. മാക്സിമം തിയേറ്ററിൽ കൈയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സംഘം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കുകയും വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയുകയും ഒക്കെ പച്ചക്ക് ചെയ്യുന്ന എന്ന്, അതായത് ഡബിൾ പോസിറ്റീവ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കാണും. അത് ആദ്യം കാണുമ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ ഇട്ടിരുന്ന് കാണും. പിന്നെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കാണേണ്ടത് എവിടെയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷബർ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കാന്ന് വെച്ച് ഒരു ഷോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച ചില സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഈ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കും. പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട്, അത് കളയണ്ട വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നു. ഒരു 3 ഷോയെങ്കിലും മിനിമം ഒരു ഫസ്റ്റ് കോപ്പി ആകുന്നതിന് മുമ്പ് ഡബിൾ പോസിറ്റീവ് 3 പ്രാവശ്യമെങ്കിലും ഇട്ട് അത് ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഈ മായാവിയൊക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കല്യാണരാമൻ. അതുമല്ല, ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഹീറോയുടെ മേളിൽ കളിക്കാനുള്ള സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഹീറോ പറഞ്ഞാലും ഒക്കെ അത് ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു വാശിയിൽ നിന്നാലേ പറ്റുള്ളൂ. ഈ ഷാഫിക്കയുടെ ബഹുഭൂരിപക്ഷം പടങ്ങളിലും സലീമേട്ടനാണ് സ്കോർ ചെയ്യുന്നത്. ഒരു പ്രദേശം സലീമേട്ടൻ എടുത്ത് തോളത്ത് വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, ഈ മുറ്റത്തെ മുല്ലയിലും കത്തി കഴുത്തി വെച്ച് പാടിക്കുന്നതാണ്. ഒരു പാട്ട് ഹീറോയുടെ കഴുത്തെ കത്തി വെച്ച് പാടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹീറോ പാടുകയല്ലേ വേണമെങ്കിൽ. ഇതൊന്നുമല്ല, കത്തി വെച്ച് പാടിക്കുക.
അങ്ങനെ അതൊക്കെ ഒരു ആ സ്വാതന്ത്ര്യമൊക്കെ എന്തൊരു സ്വാതന്ത്ര്യമാണ് അത്. ഈ നിങ്ങളുടെ ഒരു ടീമിന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ടീം വർക്കാണ്. ഞങ്ങളുടെ പടങ്ങളിലൊക്കെ ഒരു ടീം വർക്ക് ഉണ്ടാവും. അവിടെ ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഈഗോ ഇല്ല. അതാണ് ഏറ്റവും വലിയത്. അല്ല, അതിൽ ഹ്യൂമറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു സിനിമയിൽ ഞാൻ ഒരിക്കൽ ബെനിച്ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഹീറോയിന്റെ കല്യാണം മുടങ്ങി കിടക്കുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർന്ന് ഒരിക്കലും ഒരു സിനിമയിൽ സെന്റിമെന്റ്സ് സീൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ സെന്റിമെന്റ്സ് ആയതുകൊണ്ട് അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ ആ സെന്റിമെന്റ്സിന്റെ ഇടയിൽ അത് വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്ട് വന്നത്. കാരണം ഈ കഥാപാത്രത്തിനൊന്നും വലിയ വിഷയമൊന്നുമല്ല. മനസ്സിലായില്ലേ? അവളെ ആ തമാശ ഫസ്റ്റ് തന്നെ തള്ളിക്കളഞ്ഞാണ്. അത് വേണ്ടെന്നൊക്കെ ചർച്ച വന്നു. പക്ഷെ അവസാനം ട്രാഫിയുടെ കയ്യും കാലും ട്രാഫി എന്തിനാണ് ട്രാഫി ഇത് ട്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പോട്ടാന്ന് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞ് ലാലേട്ടൻ പോയി എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ഇന്നസെന്റ് ആയിട്ട് ഞാൻ മാത്രമേ. ട്രാഫിയുടെ പ്രത്യേകത വെച്ചാൽ അത് എന്തൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ വരുന്നു അതെല്ലാം മാക്സിമം എന്നിട്ട് രഹസ്യമായിട്ട് നമ്മളോട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ടൈപ്പിൽ കളയാലോ മാക്സിമം പറഞ്ഞോട്ടെ. എന്നിട്ട് എഡിറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ നിന്നിട്ട് ആലോചിക്കും വെക്കണോ വേണ്ടേ എന്നുള്ളത്. പലവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചില സാധനങ്ങൾ വെക്കും. അപ്പോൾ കാണുമ്പോൾ അത് കുഴപ്പമില്ല അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും കോൺഫിഡൻസ് വരും. കുഴപ്പമില്ല. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് ചില പൊളിറ്റിക്കലി ഇൻകറക്റ്റായ തമാശകളും ഇവരെല്ലാം ഒരു അത് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമകളിൽ ആദ്യം തന്നെ കഥാപാത്രങ്ങളെല്ലാം ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട്. ഇവരൊന്നും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ മാക്രി ഗോപാലിനൊക്കെ ചാണകത്തിൽ പിടിച്ച് സത്തി ഇടുക. എന്റെ അന്നം സാക്ഷിയായിട്ട് ഇതൊരു എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അത് ചെയ്യുന്നത്? ചാണകം വാരിയിട്ട് എന്റെ അന്നം സാക്ഷിയായിട്ട് ഞാനിതിൽ ഒരു ഇത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ആളുടെ വീട്ടിൽ പോയപ്പം തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ പറയുക. അപ്പൊ നിങ്ങളുടെ അതാ ഞാൻ ആദ്യം തൊട്ട് ഉദയനോട് ചോദിച്ചത്, ഷാഫി സാറിന്റെ പടങ്ങളിലുള്ള കഥാപാത്രങ്ങളെ എടുത്ത് വച്ചിട്ട് ഇവർക്ക് ആദ്യം ഒരു ലൈസൻസുകൾ എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ അത് എഴുത്തുകാരനും ആ സ്വാതന്ത്ര്യം കിട്ടും. ഷാഫിയുടെ പടമാണെങ്കിൽ എനിക്ക് എന്ത് ഹ്യൂമറും ഏത് ടൈപ്പ് അത് ഷാഫി കൺസീവ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. വേറെ ഡയറക്ടറാണ് ചിലപ്പോൾ പറയും അത് വേണോ, അത് ചളിയായി പോവില്ലേ. ഒരു വലിയ ലോസ് വന്നിരിക്കുമ്പോഴല്ലേ പടക്കട മായാവിയില് മമ്മൂക്കനെ പേടിച്ചിട്ട് ഞാനൊരു കടലല്ല കായലിലേക്ക് ചാടണമല്ല. അതില്ല സംഭവം, അതൊന്നുമില്ല. കടലിലേക്ക് ചാടുന്നു, നദിയിലേക്ക് ചാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിനു, ഷാഫി ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിമാര് മീൻ തപ്പി പിടിക്കാൻ പോവില്ലേ, മീൻ തപ്പിയിട്ട് പിടിക്കുക കെട്ടിലൊക്കെ. അപ്പോൾ അവർക്ക് പുഴയൊക്കെ അടക്കണമെങ്കിൽ ഈ കുടം കമിഴ്ത്തിയിട്ട് ഇങ്ങനെ അവിടെ നിർത്ത് പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞ്. അപ്പം സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന്. അപ്പോൾ എന്താ, ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ആ ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി. രാവിലത്തെ സംഭവമായിരുന്നു അത്. ഉച്ചക്കാക്കിയിട്ട് ഒരു പൈപ്പിൻ്റെ അവിടെ ഞാൻ ഓടിപ്പോണ ഔട്ട് വിട്ടിട്ട് ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് ചാടുന്നു. അപ്പോൾ ചിരി ഭയങ്കരമായിട്ട് കൂടിയത്, ഒരു ചിരി കിട്ടുന്നില്ല. ഈ കല്യാണരാമനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, അതായത് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് യോഗം കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ചെരുവത്തി പത ഉണ്ടാക്കിയിട്ട് ചേട്ടൻ അതിനകത്ത് കിടപ്പുണ്ട് അത് ഉണ്ടായിരുന്ന അതൊക്കെ പേപ്പറിലുണ്ടായിരുന്നു. ഊഞ്ഞാലൊക്കെ അവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്താണ് ആ സമയത്ത്. ഊഞ്ഞാലാടുന്ന ഊഞ്ഞാലടിക്കൊണ്ട് ഇതില് നമ്മൾ എഴുതിയിലുണ്ടായിരുന്നു ഡബിൽ കുളിക്കണത്. നമ്മള് കല്യാണരാമനെ പറ്റി വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് അഫ്സലിക്ക ഒരു പാട്ടും കൂടെ പാടേണ്ടതായിട്ടുണ്ട്. കൈ തുടിതാളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ. കൈ തുടിതാളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ.
തിലക, താങ്ക് യു. ഷാഫി സാറിന്റെ ഓർമ്മകളുമായി അഭിനേത്രി മാനസ. ഞാൻ ഷാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയിലാണ്. അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂജയ്ക്കാണ്. അപ്പോൾ പൂജയ്ക്ക് മൂന്നാറിലായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പോൾ ഞാനുണ്ട്, വിഷ്ണുവേട്ടനുണ്ട്, റാഫി സാറുണ്ട്, ഷാഫി സാറുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ഷാഫി സാർ ഇങ്ങനെ തമാശ പറയല്. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെയൊന്നും ആവശ്യമല്ല. നോർമലി നമ്മളൊരു സെറ്റപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എടുക്കുമല്ലോ എല്ലാവരുമായിട്ടൊന്ന് ക്ലോസ് ആയൊക്കെ വരാൻ. പക്ഷേ ഷാഫി സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സെറ്റാണ്. ഇത്ര അധികം ചിരിച്ച ഒരു സമയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിൻ്റെ സമയത്താണ്. സാറിന് ഇപ്പോൾ വയ്യാതായെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയുമ്പോഴും ഞാൻ വിചാരിച്ചത് സാർ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം ഇത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത ഒരാൾ, ഇത്രയും വിൽ പവർ ഉള്ള ഒരാൾ ഇത്ര വേഗം ഗിവ് അപ്പ് ചെയ്യുമെന്ന് തോന്നിയില്ല. പക്ഷേ വലിയൊരു ബാറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണില്ല. അപ്പോൾ സാർ എന്തായാലും ഹീസ് ഓൾവേസ് അറൗണ്ട് അസ്. സാറിൻ്റെ സിനിമയിൽ ഒരു സീനിലെ ഡയലോഗെങ്കിലും പറയാത്തൊരു ദിവസം കാണില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാത്തൊരു ദിവസം കാണില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സാറിൻ്റെ മൂവിയിലൊരു പാട്ട് കേൾക്കാത്തൊരു ദിവസം കാണില്ല. അപ്പോൾ ഹീസ് ലെഫ്റ്റ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ഹിസ് ഫുട് പ്രിൻറ്റ്സ് ബിഹൈൻഡ്. അപ്പോൾ നമ്മളതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ചുറ്റും അതുണ്ടാവും. ഇനി ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ ഷാഫിക്ക് ഇങ്ങനെ പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുക്കുന്ന കാര്യം പറഞ്ഞതുപോലെ പല പരീക്ഷണങ്ങൾക്കും ഷാഫിക്ക സിനിമകൾ നിന്നിട്ടുണ്ട്. അതുപോലെ ഒരു ചിത്രം അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചതാണ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന ചിത്രം. അതിലെ നായകൻ അദ്ദേഹവുമായി, ഷാഫി സാറുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന കലാകാരൻ, നമ്മളുടെയും സുഹൃത്ത്, സഹപ്രവർത്തകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബിബിൻ ജോൺ. ബിബിൻ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. ബിബിൻ ഇങ്ങനെ സിനിമകൾ എഴുതി, പല സിനിമകളൊക്കെ എഴുതി, അത് കഴിഞ്ഞിട്ട് വിഷ്ണു ബിബിൻ്റെ സുഹൃത്തൊക്കെ ഹീറോ ആയപ്പോഴൊക്കെ ബിബിനെ ഒരു ഹീറോ ആവണം എന്നുള്ള മോഹം വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ആളാണ് നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട്. എന്നാൽ ബിബിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരാൾ, അത് ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് ഒരുക്കിയിട്ടുള്ള, ഏത് നടൻ്റെയും ഡേറ്റ് ലഭിക്കാൻ എളുപ്പമുള്ള ഒരു സംവിധായകനാണ് ബിബിന് ആദ്യത്തെ ഹീറോ ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് അവസരം തരുന്നതും കൊണ്ടുവരുന്നതുമെല്ലാം. തുടർന്നും ബിബിനെ ഞാൻ കാണുന്ന പല സന്ദർഭങ്ങളിലും ഒരു കോമഡി പടം എഴുതുന്നു, അത് ഷാഫി സാറിന് വേണ്ടിയിട്ടാണ്, ഷാഫി സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിലൊക്കെ എപ്പോൾ വിളിച്ചാലും ഇവരൊരു ഷാഫി സാർ പടം പരിപാടികളെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ബോംബ് കഥയുടെ ഒരു വഴിയും നിങ്ങളുടെ ഒരു ബന്ധവും എങ്ങനെയായിരുന്നു? ചേട്ടാ, ഞാൻ ഷാഫി സാറിനെ കാണുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ആദ്യം കാണുന്നത്. നമ്മളൊരു അമ്മയുടെ ഷോ ഞാനും വിഷ്ണു കൂടി ഒരു സ്കിറ്റൊക്കെ എഴുതിയിട്ട്, അപ്പോൾ ഈ ചേട്ടനറിയാമല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇത് തീരുന്നില്ല, അഭിപ്രായങ്ങൾ തീരുന്നില്ല. ഇതിങ്ങനെ കേൾപ്പിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുക. 2-3 ദിവസമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് പറയും, അത് പൊളിക്കും, പിന്നെ എഴുതും, ഇങ്ങനെ ഒരു രക്ഷയില്ല. അപ്പം ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷാഫി സാറ് റൂമിലേക്ക് വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇനി ഷാഫി കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയത്. സാറിനെ കേൾപ്പിച്ചു. സാറ് മുഖത്ത് ഒരു ചിരിയോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം വിഷ്ണു ഞാനും കൂടി അടുത്ത പൊളിക്കാൻ റെഡിയായി. കാരണം ഇനി രക്ഷയില്ല, ഇനി അദ്ദേഹം പറയും ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പൊളിച്ചോ എന്ന് പറയും എന്നുള്ള രീതിയിലേക്ക് വേണ്ടിട്ട് പറഞ്ഞു. അത്രയും അടുത്തിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞ് ഇത് ഓക്കെയാണ്, നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞിട്ട് പോയി. അതൊരു വലിയൊരു ആശ്വാസം വരുന്നു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ചിരിക്കാഞ്ഞെന്ന് ഞാൻ പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫി സാറ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുമായിരുന്നു, ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ, റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം. അപ്പോൾ ആ പടത്തിൽ നീ ഒരു നെഗറ്റീവ് വേഷം, വില്ലനാണ്. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് എടുത്തത് ഷാഫി സാറാണ്. അന്ന് റാഫി സാറ് ഇല്ലാത്ത ദിവസം എടുത്തത്. അങ്ങനെയാണ് എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാവുന്നത്.
പിന്നീട് ഈ പറയുന്ന ബിഞ്ചു ജോസഫ്, സുനിൽ കർമ്മ എന്ന് പറഞ്ഞവർ സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ കോമഡി ഉണ്ട്. അപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇത് നമ്മൾ നായകനാവണം എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു ബാലിക, സിനിമയിൽ വരുന്നത് തന്നെ ഒരു ബാലികറാമലായിരുന്നു. നായകനാവുക എന്ന് പറയുന്നത് പറയാൻ പോലും നമുക്ക് പേടിയാണ്. നമ്മളത്രയ്ക്ക് എന്തെങ്കിലും കളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ നായകനായിട്ടൊരാൾ വിഷൻ കാണുകയാണ്. അത് ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, എൻ്റെ അമ്മച്ചിക്കും അപ്പനും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് പോലും ആവും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നായകനാക്കാം അല്ലെങ്കിൽ നായകനാവും എന്നുള്ളത്. ഒറ്റ ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഷാഫി സാറിനാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് കേൾപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, സാറേ എന്നെ വെച്ചിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്യും ഇതെന്ന് പറഞ്ഞു. കാരണം ചേട്ടൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ടൈറ്റിൽ. കാരണം അതുവരെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് മാത്രം സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആദ്യമായിട്ടൊരു പുതുമുഖത്തെ വെച്ച് ചെയ്താണ് ഷാഫി സാറ്. അപ്പോൾ ഇപ്പം ഇന്ന് വരെ റൈറ്ററായിട്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഇപ്പം ഞാൻ ഒരു പരിപാടി കഴിഞ്ഞാൽ വരുന്നത്, എനിക്ക് ഈ റൈറ്റർ എന്നുള്ള രീതിയിലല്ലാതെ എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പോൾ ഈ പറയുന്ന അഭിനയവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. അതിനൊക്കെ കാരണക്കാരൻ ഷാഫി സാറാണ്, ഒരു സംശയവുമില്ല. ഈ ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ ഒരു ആക്കം മനസ്സിലാക്കണമെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അമർക് ബ്രാൻഡണി എന്ന് പറയുന്ന പടം ഇവരെഴുതിയപ്പോൾ 3 ഹീറോയാണ്. അതിൽ ഒരു ഹീറോയ്ക്ക് കാല് വയ്യ, അങ്ങനെ എഴുതിയവൻ. അപ്പോൾ ആ വേഷം എന്തായാലും മറ്റാർക്കും പോവില്ലല്ലോ. പക്ഷെ അത് ജയസൂര്യക്ക് കൊടുക്കുകയും അത് ഗ്രാഫിക്സ് ചെയ്ത് ജയസൂര്യയുടെ കാല് വയ്യാത്ത ഒരാളാക്കിയിട്ടാണ് ജയസൂര്യ ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ അമർക് ബ്രാൻഡണി കണ്ടാൽ എന്തിനാണ് ജയസൂര്യയുടെ ക്യാരക്ടറിന് അങ്ങനെ ഒരു കാലം വെച്ചാൽ കഥാപരമായ തൊങ്കി നടന്നെന്ന് നമുക്ക് തോന്നും സിനിമ മുഴുവനും നടക്കുന്നത് കഥ അത് ഇവന് കിട്ടുമെന്നും പറഞ്ഞ് എഴുതി വെച്ചതായിരുന്നു. അപ്പൊ അന്നേ ഇങ്ങനെ ഒരു ഇവൻ പറഞ്ഞ പോലെ പക്ഷേ ഇവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാകും എന്നുള്ളത്. അത് അവിടെ എത്തി. അതിലും നമ്മളിപ്പോൾ ഷാഫി സാറിന്റെ പടത്തിലെ പാട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ഹാല് ഹാല് എന്ന് പറയുന്ന പാട്ട് അഫ്സലിക്കാണോ അത് പാട്ട്? അഫ്സലിക്കാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ? ആ അഫ്സലിക്ക പാടിയ പാട്ട് അതിന് കൊറിയോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടി. നിന്നെ വെച്ച് ഡാൻസ് കളിപ്പിച്ചു, ഫൈറ്റ് ചെയ്യിച്ചു, അത്രയൊക്കെ ചെയ്തു. ഇപ്പം അഫ്സലിക്ക് ആ പാട്ടൊരു 4 വരി പാടാൻ ഹാല് ഹാല് ചിരി കണ്ടാൽ ഹാല് ചേല് ചേല് മിഴി രണ്ടും ചേല് പൊല്ലാപ്പാക്കും ചിരി മൊകര് കാട്ടി നീ കൊല്ലാറാക്കിയൻ കരളിനെ വല്ലാണ്ടങ്ങു ഞാനില്ലാണ്ടായടി കണ്ണേ കാട്ട് കരിമ്പേ ഹാല് ഹാല് ചിരി കണ്ടാൽ ഹാല് ചേല് ചേല് മിഴി രണ്ടും ചേല്. ഈ പാട്ടില്ലേ, ഈ പണ്ട് വേറൊരു ചെറിയ ഓർമ്മയും കൂടി ഉണ്ട്. അതായത് നമ്മള് ഡാൻസ് കളിക്കുമെന്നൊന്നും അറിയില്ലല്ലോ ഏട്ടാ, എനിക്കും അറിയില്ല. ഇത് നമ്മൾ വെറുതെ ഗാനമേളക്ക് തുള്ളിയുള്ള പരിചയമല്ലേ ഉള്ളൂ, ഇത് കളിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ സാറിന് നിർബന്ധമായിരുന്നു ഇങ്ങനൊരു ഡാൻസ് വേണം, നിന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടി ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഇനി കളിക്കൂല എന്ന് പറഞ്ഞില്ല, ഇനി അതിൻ്റെ പേരിൽ മാറ്റമുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈദരാബാദ് റാമോജിൽ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം എല്ലാമായി. ദിനേശ് മാസ്റ്റർ വന്നു, കൊറിയോഗ്രാഫിങ് തുടങ്ങാൻ പോകുന്നു. അപ്പം സാറ് വന്നിട്ട് രാവിലെ എന്നോട് ഒന്നും കൂടി ചോദിച്ചു കളിക്കില്ല അല്ലേ? ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട്. എന്നിട്ട് കളിച്ച് തുടങ്ങി. ആദ്യത്തെ സെക്ഷനൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ ഒരു ഇടയിൽ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കൂടി. റാമുജാവിൻ്റെ അവിടെ ഡാൻസ് കാണാൻ വേണ്ടി കൂടി. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് തെറ്റിപ്പോയി. പിന്നെ അതെനിക്ക് ടെൻഷനായി, ഇൻഹിബിഷനായി. ആളുകൾ എന്നെ കളിയാക്കുന്ന പോലെയൊക്കെ എനിക്ക് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് റീൽ ഓടുമല്ല, അതിങ്ങനെ വന്നിട്ട് എനിക്ക് കളിക്കാൻ പറ്റാണ്ട് ഞാൻ മാറിയിരുന്ന് കരച്ചിലായി. എനിക്ക് പറ്റണില്ല. ഞാൻ പറഞ്ഞു സാറേ ഇത്, അതായത് ഞാൻ പടത്തിലേ ഇല്ലെന്നുള്ള രീതിയിൽ ആയി കരച്ചിൽ. അപ്പം പുള്ളി വന്ന് എന്നോട് അന്ന് കുറേ കാര്യങ്ങൾ, അതായത് ഇത് പറ്റുമെന്നും ഇത് നീ ചെയ്യണം, ചെയ്താലാണ് ഇത് പ്രൂവ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ ആശ്വസിപ്പിച്ച് കുറച്ച് ഒരു മണിക്കൂറോളം ഷൂട്ടിങ് നിർത്തി വെച്ച്, നടന്നില്ല എന്ന്. പക്ഷേ അന്ന് ഷാഫി സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതായത് നീ ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡാൻസ് ചെയ്തതൊക്കെ. പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ അന്നൊന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിൻ്റെ കൂടെ തന്നെ
എഴുത്തിലും എൻ്റെ സ്വന്തം സഹചാരിയും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഷാഫി സാറിനും വളരെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് ബേണി ഇഗ്നേഷ്യസ്. അപ്പോൾ അതിൽ ഇഗ്നേഷ്യസ് അങ്കിൾ എന്നോട് പറഞ്ഞു, പുലിവാൽ കല്യാണത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി, ഡയറക്ടർ ഷാഫിനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും റോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുലിവാൽ കല്യാണത്തിൻ്റെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഷാഫി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. ഷാഫി സാറിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഞാൻ വേറെ 1-2 സിനിമയിലൊക്കെ ചെറിയ വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോക്കോ, ഇതിലിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, എന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ എൻ്റെ അയൽവക്കത്തെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോന്നു. അതിന് ശേഷമാണ് മായാവി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് അതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഷാഫി സാറാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഡയറക്ടർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിലൊരൊറ്റ സീനേ ഉള്ളൂ, സലീം ഖാൻ്റെ അടുത്ത് പോടാപ്പോൾ പോയി തരത്തിപ്പോയി കളിക്കണമെന്ന് പറയുന്നത് ഒറ്റ സീൻ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാറായിട്ട് ഭയങ്കര കമ്പനി ആവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പണ്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞാണല്ലേ, നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഏതെങ്കിലുമൊക്കെ സീനിലൊക്കെ ഉൾപ്പെടുത്തായിരുന്നു, എന്തായാലും പോര് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതും എൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ ട്രൂപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫൈൽ കാണിക്കുമ്പോൾ കാണിച്ചുകൊണ്ടിരുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ ഈ മായാവിയിലെ സീനാണ്. അപ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടൊരു ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഭവം. ബിബിനെ വെച്ചിട്ട് സാറ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയും അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് എന്നോടും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടുകൂടി സാറിൻ്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുന്നത് ബോംബ് കഥയിലാണ്. അതിനുശേഷം ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ സാറ് അടുത്ത പടം എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ എനിക്ക് അതിലും പല സന്തോഷം വരെ ഉണ്ടായില്ല. അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സാറിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള സംവിധായകൻ ആരാന്ന് വെച്ചാൽ ഷാഫി സാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഇപ്പം ബിബിനെ വെച്ച് ഹീറോ ആക്കി പടം ചെയ്യുമെന്ന് പറയുന്ന അതേ ആള് തന്നെ തൊമ്മനും മക്കളെന്ന് പറയുന്ന പടം തമിഴിൽ വിക്രത്തിനെ വെച്ച് ചെയ്യുകയാണ്. തമിഴിൽ പക്ഷെ പിന്നീട് അദ്ദേഹം പോവാഞ്ഞതാണോ അതോ ഇവിടുത്തെ തിരക്കുകളിൽ തന്നെ നിന്നതാണോ? തമിഴിലെ ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഷാഫി സാർ തിരിച്ച് പടങ്ങൾ ചെയ്തിട്ടില്ല. തമിഴില് ഷാഫിയാണ് ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് വിക്രം ചാന്തുപൊട്ട് കണ്ടു. അവിടെ പൊള്ളാച്ചിൽ എവിടെയോ ഒരു തിയേറ്ററിൽ ഇട്ടിട്ട് ചാന്തുപൊട്ട് കണ്ടിട്ട് അത് സിനിമ ആക്കണമെന്ന് വിക്രത്തിന് ആഗ്രഹമുണ്ട്. അതിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച്, സ്റ്റോറി റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അത് ഷാഫി ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് അത് വാങ്ങിച്ചത്. പിന്നീട് എന്തുകൊണ്ടോ അത് മുന്നോട്ട് പോയില്ല. അതാണ് പിന്നെ വിക്രമായിട്ടുള്ളൊരു കണക്ഷൻ പിന്നീട് ഉണ്ടായത്. അതാണ് പിന്നീട് വിക്രം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. ശാന്തവട്ടിലെ ക്യാരക്ടർ ചെയ്ത് അത്ര എളുപ്പമല്ല. മറ്റൊരു നടൻ, ഇന്ത്യയിലെ ഒരു നടനെ അത് എടുത്തു പിടിച്ച് ചെയ്യുക. പിന്നീട് റൈറ്റ്സ് വാങ്ങിച്ചെങ്കിലും ഒരു ഭയപ്പാട് വന്നു. അപ്പൊ ഷാഫി എന്നെ പറഞ്ഞു, അത് വിക്രം ചെയ്ത വർക്കൗട്ട് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് അത് ധനുഷ് ഒക്കെ ഒരു രൂപം കൊണ്ട് ഇത്തിരി ചെറുതായതുകൊണ്ട് ധനുഷാണെങ്കിൽ കൂടുതൽ അത് വർക്കൗട്ട് ആകും എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിൽ വന്നു. പിന്നെ ഒരു തമിഴിൽ നിന്ന് ഒരു അങ്ങനെ വലിയ വേറൊരു നല്ലൊരു പ്രോജക്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെയും തിരക്കുകളും ഇവിടെയും മലയാളം നമുക്ക് ഭാഷയുടേതായ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ പോയി ചെയ്യുന്നത്. പിന്നെ മജ അവിടെ ഇവിടെ വർക്കൗട്ട് ആയ പോലെ അവിടെ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. കാരണം നമ്മൾ ഈ മമ്മൂക്കനെയും കണ്ടിട്ട് കണ്ടിട്ട് അവിടെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തോ ഡ്രോപ്പ് ചെയ്തു പോയ പോലെ നമുക്ക് തോന്നും. അത് ആദ്യം കണ്ട ഒരു ഫീൽ. ഉദയേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനിയൊരു കോമഡി പടം ഇരുന്ന് ആലോചിച്ചിരുന്ന് എഴുതിയാൽ ഇത് ആരെ കൊണ്ട് ഇതെല്ലാം പെർഫോം ചെയ്യിച്ചെടുക്കും എന്നുള്ളതിനകത്തൊരു മറ്റേത് എഴുതുമ്പോൾ തന്നെ ഇതിപ്പോൾ സലീമേട്ടൻ എന്ന് പറഞ്ഞ് ചെയ്താൽ ഇപ്പം ഇവൻ പടം എഴുതുമ്പം സലീമേട്ടൻ്റെ വേഷങ്ങളും ചെയ്തുകളൊക്കെ ഇപ്പം ഏത് പടത്തിലാണ് ജയിലിൽ നിന്ന് വരുന്നത്, നമ്മുടെ കട്ടപ്പനയിലൊക്കെ സലീമേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ തന്നെ സലീമേട്ടനായിട്ടാണ് എഴുതുമ്പോഴല്ല, ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയണത് സലീംകുമാർ എന്ന് ആ പേര് പറഞ്ഞിട്ടാണ്. കഥാപാത്രത്തിൻ്റെ പേരൊക്കെ പിന്നീടായിരിക്കും നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും. സലീമിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സലീം എന്നൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് എളുപ്പമാവുന്നത് അത് സലീം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലുള്ളത് കൊണ്ട് താനെ വരും കുറേ കാര്യങ്ങൾ. ഒരു ആർട്ടിസ്റ്റിനെ ഓർക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് മുമ്പ് ചെയ്തേക്കുന്ന അവരുടെ ആ ചെയ്തികളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖമില്ലാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
ഡള്ളായിട്ടിരിക്കും. അപ്പോൾ ഷാഫി പറയാറുണ്ട് നമുക്കത് ഇന്ന ആളെന്ന് വിചാരിച്ച് തന്നെ ചിന്തിക്കാം, അതെ. അപ്പോൾ അതിനൊരു ഡെവലപ്മെന്റ് കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. ഇന്നസെന്റ് പോലെ ഈ പോഞ്ഞിക്കര എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വളരെ രസമുള്ള വേറെ ബെൽറ്റിൽ നിന്നിട്ട് കളിച്ചിട്ടുള്ള അതെ അതെ പരിപാടിയായിരുന്നു, രസമായിട്ട്. നിന്നെയും ഫസ്റ്റ് പടത്തിൽ തന്നെ പാടിക്കുകയും ചെയ്തില്ലേ ഷാഫിക്ക? ഇല്ല, പാടിച്ചിട്ടില്ല. നീ പാടുന്നൊരു പാട്ടുണ്ടല്ലോ അതില് സ്ഥിരം, ഒരു പാടുന്ന അത് പാട്ട്, ആര് പാടിയതാണത്? അത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ. വിനീത് പാടിയ പാട്ടാണ് നീ നിന്റെ പോലെ പാടി നടക്കുന്നത്. അല്ല അല്ല, പലയിടത്തും ഇവനെ പല ഫംഗ്ഷൻ അല്ല, അത് വേറെ പാടായിട്ടാ. ഏ? ഞാൻ പാടിയ പാട്ടാണ് പാടി നടക്കുന്നത്, അത് മാർഗംകളിയിലെ പാട്ടാണ്. ആ, വിനീത് ശ്രീനിവാസൻ പാടിയതാണ് ഫസ്റ്റ് പടത്തിലെ പാട്ട്. നീ ഷാഫിക്കയുടെ പടത്തിൽ വിനീതാണ് പാട്ട് പാടിയിട്ടുള്ളത്. അതെ. എന്നാ നീ അതിന്റെ ഒരു 4 വരിയും കൂടെ പാടും. മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പത്തൊട്ടേ ചങ്കിൽ കൂടുങ്ങിയ പെണ്ണാണ്, ആരെന്നറിയാതെ അന്നേരം തൊട്ടേ ആമുഖമോർത്ത് നടപ്പാണ്, മുള്ളൊരു സ്വപ്നം കണ്ട് അവളിൽ നിന്നും കാത്തിരിപ്പുണ്ട്, അവളെൻ കരളില് കൂട് കൂട്ടണ നാളും കുറിച്ചു കൊണ്ട്, മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പത്തൊട്ടേ ചങ്കിൽ കുടുങ്ങിയ പെണ്ണാണ്. ഈ പാട്ട് ഇപ്പൊ പാടിയപ്പോ ഞാൻ സാന്ദർഭവശാൽ ആലോചിക്കുകയാണ്, ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് സലീമേട്ടൻ സിനിമയിൽ പാടുന്നു എന്നും പറഞ്ഞ് 2 ദിവസം വളരെ പരിശീലനവും സുനിത ചേച്ചിയുടെ അടുത്തൊക്കെ വന്നിട്ട് പാടാൻ പോവാണ്, സിനിമയിൽ പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗവും ഒരു ദാസേട്ടൻ മയം ഒരു 2 ദിവസം വരെ പിടിച്ചു. അതിന് കാരണം ഈ ഷാഫിക്ക് തന്നെയാണ്. അവസാനം പടം ഇറങ്ങിയപ്പോ എന്താണെന്നറിയോ, 7ാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ, കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തോളം, അല്ലെ ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങനത്തെ ഒരു പാട്ട് ലോക സിനിമയിൽ ഉണ്ടാവും. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഞാൻ രണ്ട് സിനിമ പാട്ടുണ്ട്, തല്ലുമാല പാട്ടുണ്ട് ഞാൻ. അതുണ്ട്, അത് ഗദ്യമാണ്. അത് തന്നെ എന്താ ഇത് വന്നപ്പോൾ അത് ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത്, അതൊരു അത് ഗദ്യ തന്നെ, ഇത് സ്വഭാവമാണ്. തന്നെ. അല്ല അതില് ലാൽ അത് സാർ തന്നെ. അപ്പൊ ഷാഫി എന്നാ ഒരു പിന്നണി ഗായകനാക്കിയിട്ടുണ്ട്. അത് ഞാനിപ്പോ പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോ അതും ഞാൻ നേരത്തെ എപ്പോഴോ നമ്മുടെ വർത്തമാനത്തിനിടെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറിന്റെ ഒരു സാന്നിധ്യം അറിയുന്ന ചില സ്ഥലങ്ങളാണ്. ആ പാട്ടിലൊക്കെ സാധാരണ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റീ റെക്കോർഡിങ് വായിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിൽ ഈ പാട്ട് പാടി 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 ഹൈപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ തീപിടുത്തം ഉണ്ടാകുന്നിടത്ത് പിന്നൊരു സൈലൻസ് ആണ്. നിങ്ങളെ കൊണ്ട് സിനിമയിലുള്ള എല്ലാ ക്യാരക്ടറെയും കൊണ്ട് പാടിച്ചിട്ട് എണ്ണ പറഞ്ഞ് തീ പിടിക്കുമ്പോൾ തൊട്ട് സ്ലോ മോഷനും സൈലൻസും മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ പാട്ടുമായിട്ടുള്ള ബന്ധമില്ല. അങ്ങനെ ചിന്തിച്ചാല് ചേട്ടാ, ആക്സിഡന്റ് സീൻ ആലോചിച്ച് നോക്കിയേ. കല്യാണരാമനിലെ എടുത്തു പറയേണ്ട ഒരു സീനാണ് ആക്സിഡന്റ്. അന്ന് അതൊരു ഡയറക്ടോറിയൽ സാധനം. ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിക്കുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ ബാക്കിന്നൊരു വണ്ടി അടിക്കുകയാണ്. അത് ഒരുപാട് ഇപ്പം നമ്മൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കണ്ടാലും ചില ഷോട്ടുകൾ വെച്ച്, അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ മിറ്റം മുഴുവൻ കുഴിയായതിനൊരു തിയേറ്ററിൽ ഒരു ചിരി വരുന്ന സ്ഥലമുണ്ട്. ഓരോരോ കുഴി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എക്സ്ട്രീം വൈഡിൽ കാണിക്കുമ്പോഴാണ് മിറ്റം മുഴുവൻ കുഴിയാണ്. അതിൻ്റെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ, അതിലും ചിരി കൊണ്ടുവരാം, എങ്ങനെ ചിരി കൊണ്ടുവരാം. അപ്പം നമ്മൾ തമാശയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും നർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഒരു നല്ല ഒരു ക്രാഫ്റ്റ്സ്മാനാണ്. ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എങ്ങനെ കഥ പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് ഷാഫി സാറ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ ഷാഫി സാറിനെ കുറിച്ച് ചെയ്യേണ്ടി വരുമ്പം വ്യക്തിപരമായി പലപ്പോഴും ഞങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് സൈലൻ്റായി പോകുന്ന ഒരു കാര്യം, ഈ പരിപാടിയുടെ 2 എപ്പിസോഡുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജൻ പി ദേവ് സാറിൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. കൊച്ചിൻ ഹനീഫിക്കയുടെ എപ്പിസോഡ്, ഈ 2 എപ്പിസോഡിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുകയും അവരെ ഓർക്കുകയും അവരെ പറ്റി ഓരോ തമാശ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹനീഫ്ക്കട പടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെല്ലാവരും 10-30 പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണുമ്പോൾ അതൊക്കെ എനിക്ക് ഓർക്കണം, ചെറിയൊരു ഓർമ്മയുണ്ട്. എല്ലാവരും കൂടെ സിനിമയിൽ എല്ലാവരും പോയിട്ടുണ്ട്. കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ്ക. അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം. അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാമയുടെ അടുത്ത് വരും,
അല്ലെങ്കിൽ ആ പുല്ലേപ്പടി ജംഗ്ഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ. അതിനകത്ത് ഏറ്റവും പ്രധാനികളാണ് സിദ്ദീഖണ്ണനും ലാലേട്ടനും. ഈ സിനിമാ കഥകളാണ്. ഞങ്ങളെയൊക്കെ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും. അവരുടെ സംസാരം 1 മണി 2 മണി വരെ പോകും. പക്ഷെ അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം വരെ അനീഫ്ക പെരുമാറിയിട്ടുള്ളൂ. ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അനീഫ്ക എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്കയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശൻ. സത്യമാഷിനെയും സത്യം ശിവാജി ഗണേശനെ കുറ്റം പറഞ്ഞാൽ പുള്ളി ചൂടാവും. കഴിഞ്ഞ ഷെഡ്യൂളിൽ ഉദയേട്ടനെ ഒരു ഗസ്റ്റായിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉദയേട്ടൻ പറയുന്നടാ ഞാൻ ഇന്ന കാരണം കൊണ്ട് ICUവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഷാഫി സാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ്. അത് പിന്നെ നമ്മളൊരു നമ്മളൊക്കെ തന്നെ പറയുന്ന കാണുന്ന സിനിമകളിലെ കഥ പോലെ ട്വിസ്റ്റ് പോലെ വളരെ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് അദ്ദേഹം നമ്മളീ കഴിഞ്ഞ കുറേ നേരം നമ്മൾ പറഞ്ഞ ചിരികൾ, സിനിമകൾ, പാട്ടുകൾ, കഥാപാത്രങ്ങൾ അവരെല്ലാം ബാക്കി നിർത്തി അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ്. രാജേട്ടൻ്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സംസാരിച്ച് അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ICUവിലായതിനു ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും പിന്നെ മരണത്തിലേക്ക് ഷാഫി പോകുന്നതും. അപ്പോൾ അവസാന കൂടിക്കാഴ്ചക്കും വേദി ഒരുക്കിയത് ഇവിടെ തന്നെ, വേദിയായത് ഈ സ്ഥലം തന്നെയായിരുന്നു. അതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രമേശ് ചേട്ടാ, നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും ഷാഫി സാറായിട്ട് ചർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയം മുതൽ ഷാഫി സാറിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണമെന്നും പറഞ്ഞ് നടന്നേച്ചാൽ ഞങ്ങൾ ഒരെണ്ണം പ്ലാനായി, അത് നടന്നില്ല. 2 പ്ലാനായി, നടന്നില്ല. ലാസ്റ്റ് ഒരു നടൻ നമ്മൾ സാറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ചെന്ന് ഓക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനും കാത്തിരിക്കുന്ന സമയത്താണ്, ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കണം. ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി, ഞങ്ങൾക്ക് ഉണ്ടായില്ല. എല്ലാവരും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഷാഫി സാർ എന്ന് പറയുന്നത്. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് അല്ല, പലപ്പോഴും ഇവിടെ പല സന്ദർഭങ്ങളിലും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനാകാത്ത ഒരു മൗനം പല സന്ദർഭങ്ങളിലും ഉണ്ടായി. അത് മറ്റ് ഒന്നുമല്ല, നമ്മുടെ എപ്പിസോഡുകളിൽ ഓർമ്മയിൽ നിന്നും എന്ന ഈ പരിപാടിയുടെ 2 എപ്പിസോഡുകളിൽ വന്ന ഒരാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരു സിനിമാ കഥ പോലെ കാലം കളിച്ച ഒരു നർമ്മമായി അതും സംഭവിച്ചു. ഓർമ്മയിലെന്നും ഷാഫി എന്ന് പറയുന്ന ഈ ഒരു ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും ഷാഫി സാർ. ഈ ഒരു ആൽബത്തിൻ്റെ 2 താളുകളിൽ ഒപ്പിട്ട ഒരാളാണ് ഷാഫി സാർ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമാ കഥ എന്നതുപോലെ വിശ്വസിക്കാനാകാത്ത രീതിയിൽ ഇന്ന് ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ പങ്കുവച്ചത്. മലയാളി എന്നും ഓർക്കുന്ന ഒരുപാട് ചിരി മുഹൂർത്തങ്ങളും നല്ല സിനിമകളും നമുക്ക് സമ്മാനിച്ച ഷാഫി സാറിൻ്റെ ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പര, ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.